തൃക്കാക്കരയിൽ ഇക്കുറി മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർ. താൻ പിടിക്കുന്ന വോട്ട് LDFന് സാധ്യത നൽകുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ ഇക്കുറി അത് ഉണ്ടാകില്ലെന്നും NDA മുന്നേറ്റം ഉണ്ടാക്കുമെന്നും അഖിൽ മാരാർ പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃക്കാക്കരയിൽ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് അഖിൽ മാരാർ NDA സ്ഥാനാർത്ഥി. അഖിൽ, എങ്ങനെയുണ്ട്? തൃക്കാക്കരയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, ഇനി വോട്ട് എണ്ണേണ്ടതേ ഉള്ളൂ. എങ്ങനെയുണ്ട് അഖിലിൻ്റെ ഒരു കണക്കൂട്ടൽ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കേരളത്തിൽ 10% വോട്ട് വർദ്ധിച്ച മണ്ഡലങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നൊരു മണ്ഡലമാണ് തൃക്കാക്കര. വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ കാര്യം പറയുമ്പോൾ SARൻ്റെ ചില കണക്കൂട്ടലൊക്കെ ഉണ്ടെങ്കിൽ പോലും വോട്ടും കൂടി പെർസെൻറ്റേജും കൂടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഉമാ തോമസിന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ വിഭാഗം ആൾക്കാർ ഇറങ്ങി വരത്തില്ല. നിലവിൽ ഇവിടെ ഉള്ളതൊരു വലിയ UDF വിരുദ്ധ വികാരമാണ്, MLA വിരുദ്ധ വികാരമാണ്. അപ്പോൾ ഈ MLA വിരുദ്ധ വികാരം, UDF വിരുദ്ധ വികാരം, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ജനങ്ങളുടെ മനസ്സ്, യുവാക്കളുടെ മനസ്സ്, വലിയൊരു ശതമാനം സ്ത്രീകളുടെ മനസ്സ്, ഇതൊക്കെ എനിക്ക് അനുകൂലമാണെന്നുള്ള കൃത്യമായ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടാണ് എനിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇന്നലകളിൽ പുലർത്തിയ അതേ ആത്മവിശ്വാസം തന്നെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് NDAയുടെ വോട്ടുകൾ ഇടതുമുന്നണിക്കോ UDFനോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു കണക്കൂട്ടൽ? എങ്ങനെയായിരിക്കും? അതായത് ഇതിനകത്ത് രസമെന്ന് വെച്ചാൽ, ഇപ്പം കുറച്ച് പേർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റ് ഭയങ്കര വീക്കാണ്, അവരെ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു ഗ്രൗണ്ട് റിപ്പോർട്ട് എടുത്ത സമയത്ത് ഇടതുപക്ഷം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന്, അവർ അവതരിപ്പിച്ച സ്ഥാനാർത്ഥി പാർട്ടിപരമായിട്ട് ഓക്കെ ആയിരുന്നു, ജനങ്ങൾക്കിടയിൽ എത്ര സ്വീകാര്യമല്ലെങ്കിലും പൊളിറ്റിക്കലി അവർ ഓക്കെ ആയിരുന്നു. അന്നേരം അവരുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് 45,000-ഓളം വോട്ട് അവർക്ക് മുൻ മണ്ഡലങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ UDF വോട്ടുകൾ പിടിച്ചു മാറ്റും, UDF വിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും ഒക്കെ അഖിൽ മാരാർ പിടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു മുൻതൂക്കത്തിൽ ഞങ്ങൾക്ക് ജയിച്ചേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവർ ആത്മാർത്ഥമായി വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മത്സരം ഒരു ത്രികോണ സ്വഭാവത്തിലേക്ക് ഉറപ്പായും മാറും. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് UDFന് വോട്ട് കൊടുക്കണം എന്നൊരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ NDA ജയിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷം ചിന്തിക്കണം. രണ്ടായാലും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നിർണായകമാണ്. UDFനെ സംബന്ധിച്ച് അവരുടെ പല പ്രമുഖ നേതാക്കന്മാരും ഇവിടെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ ഗ്രൂപ്പ് യോഗം കൂടിയിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻ്റെ അറിവിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളൊന്നും, അതായത് പബ്ലിസിറ്റി, ഫ്ലെക്സുകൾ, പോസ്റ്ററുകൾ, ഇതെല്ലാം കോടിക്കണക്കിന് രൂപ മുടക്കി വെച്ചിട്ടുള്ളതല്ലാതെ നേതാക്കന്മാരുടെ സാന്നിധ്യം ഈ മണ്ഡലത്തിൽ ശ്രദ്ധേയമായിരുന്നു. ഇത്രയും പുതിയൊരു വിഭാഗം ആൾക്കാർ തൃക്കാക്കര പോരത്തെ ഇത്രയും ഒരു സിറ്റിയിൽ രാവിലെ പോയി വോട്ട് ചെയ്തെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും. ആ കാരണം മെയ് 4-ാം തീയതി നമുക്കറിയാം. എന്തായാലും മറ്റേ 2 പേർക്കും അല്ലെന്ന് എനിക്കറിയാം. എന്തായാലും അത് നിങ്ങൾ സാധിക്കുന്നു ഈ സമയത്ത് ഇത്ര കോൺഫിഡൻസ്? ഞാനതാ ചോദിച്ചത്. ഇവിടുത്തെ പുഷ്പദാസൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല. എന്നുവെച്ചാൽ നമ്മൾ ഈ 25 ദിവസം തെരഞ്ഞെടുപ്പ് പറയുന്നതിൽ വളരെ ലൈവായിട്ട് നിൽക്കുന്നു. പല പ്രദേശങ്ങളിൽ പോയി എല്ലാ ദിവസവും 300-400 വീടുകൾ കയറിയതിന് ശേഷം പ്രചരണത്തിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടിട്ടുള്ള കാര്യമാണ്, ജീവിതം എത്ര നശിച്ച് നരകിച്ചാലും ഈ അരിവാൾ ചുറ്റികയെ പോയി കൊണ്ട് വോട്ട് ചെയ്യുന്നവരുണ്ട്. എന്നിട്ട് അവൻ പറയുന്ന ഡയലോഗാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന്. എന്തിനു വേണ്ടി കമ്മ്യൂണിസ്റ്റായെന്നോ എന്തിന് സഖാവായെന്നോ ഒരു ഐഡിയ ഇവനില്ല. ഈ പാർട്ടിയിലൂടെ കിട്ടാവുന്ന എല്ലാ ദ്രോഹവും ഏറ്റുവാങ്ങിയിട്ട് അവസാനം ഒരു ഡയലോഗ് അടിക്കും, ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ബോധമുള്ള ജനത്തിനോട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. തലച്ചോറെന്ന് പറയുന്ന മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ചിന്തിച്ച് ശരികളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ജനത തൃക്കാക്കരയിലുണ്ടെങ്കിൽ അവർ ആ ശരികളിലേക്ക് എത്തും. ആ ശരി എനിക്ക് ഒപ്പമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ശരി എൻ്റെ ഒപ്പം അല്ല എന്നുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കും, അല്ലാതൊന്നുമില്ല. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അഖിൽ മാരാരെ. ഇനി 4-ാം തീയതി വരെ കാത്തിരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്.